ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിനുള്ളവർ അവന്റെ മാംസത്തിനും അസ്ഥികൾക്കും അവകാശികൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം അതിന്റെ 1 വചനം. ആഴ്ചവട്ടത്തിൽ 1 നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ആഴ്ചവട്ടത്തിന്റെ 1 ദിവസം രാവിലെ എന്നത് യേശുവിന്റെ പുനരുത്ഥാനത്തെ കാണിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോഴാണ് പോയത് എന്ന് ശ്രദ്ധേയമാണ്. അവൾക്ക് ഇരുട്ടിനെ പേടിയില്ല. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നത് അവൾക്ക് ലജ്ജയില്ല എന്നതിനെ കാണിക്കുന്നു. യോഹന്നാൻ 20:15. സ്നേഹത്തിന് ഭയം, ലജ്ജയില്ല എന്ന സ്ഥാനത്തിൽ യേശുവിന്റെ പുനരുത്ഥാനത്തിൽ മഗ്ദലക്കാരത്തി മറിയ വെളിപ്പെടുത്തുന്നു. എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല എന്നത് ഈ സ്നേഹം എത്ര അടുത്തതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം അതിന്റെ 17 വചനം. മറ്റു സ്ത്രീകൾ പ്രഭാതത്തിനു ശേഷം കല്ലറയ്ക്കൽ വന്നതായി മറ്റു സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. ആഴ്ചവട്ടം എന്ന തലക്കെട്ടിൽ ലേവ്യ പുസ്തകം 23 അധ്യായം അതിന്റെ 10 ശബ്ബത്തിന്റെ പിറ്റേന്നാൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അത് നീരാജനം ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നു. 7ാമത്തെ ശബ്ബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി ആദ്യ വിളവിന്റെ കറ്റയിലെ ധാന്യം കൊണ്ട് ഭോജനമുണ്ടാക്കി 2 അപ്പം വാസസ്ഥലങ്ങളിൽ കൊണ്ടുവരണമെന്ന് എഴുതിയിരിക്കുന്നു. ശബ്ബത്ത് അവസാനിപ്പിച്ച് ശബ്ബത്തിന് ശേഷമുള്ള പുനരുത്ഥാന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നാം ക്രിസ്തുമതം ആരംഭിക്കുന്നത്. യേശുവിന്റെ ഉയിർപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ ജീവനാഡി. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 15:17 നമുക്ക് വായിക്കാം. ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസമായ ആഴ്ചയുടെ ആരംഭ നാൾ തുടങ്ങി 7 ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസമായ 50-ാം നാളിൽ 120 പേർ മേൽവീട്ടിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് 50ാമത് നാളായ പെന്തക്കോസ്ത് നാളിനെ കാണിക്കുന്നു. 120 പേർ പ്രാപിച്ച അഭിഷേകം 18 നാടുകളിൽ നിന്ന് പെന്തക്കോസ്ത് പണ്ടികയ്ക്ക് വന്ന യഹൂദന്മാരെ ഭ്രമിപ്പിച്ചു. ആ പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ച അഭിഷേകം കാഹളം ധ്വനിക്കുമ്പോൾ യേശുവിനെ പോലെ നാമും ജീവനോടെ എഴുന്നേൽക്കും എന്ന നിറവിന്റെ പ്രത്യാശയാണ് വെളിപ്പെടുത്തുന്നത്. ആയതിനാൽ ഈ 7 ആഴ്ചകൾ എന്നത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും പെന്തക്കോസ്ത് നാളിനെയും മുഖ്യപ്പെടുത്തുന്നു. യേശുവിന്റെ പുനരുത്ഥാനം എന്നത് ആദ്യ ഫലനായ ആദ്യത്തെ കറ്റയെ കാട്ടുന്നു. 1 കൊരിന്ത്യർ 15:23 ആദ്യഫലം ക്രിസ്തു എന്ന് അവരുടെ പുനരുത്ഥാനത്തെ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവരുടെ വരവിങ്കൽ ജീവിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിനുള്ളവർ എന്നത് ആ ആദ്യ കറ്റയിലെ ധാന്യത്തിൽ ചെയ്ത 2 അപ്പങ്ങളെ കാട്ടുന്നു. ധാന്യത്തെ ശുദ്ധീകരിക്കണം, അതിനുശേഷം അതിനെ ഇടിച്ച് മാവാക്കണം, പിന്നെ അതിൽ എണ്ണ ചേർത്ത് കുഴച്ച് തീയിൽ ചുട്ട് അപ്പമാക്കണം. ഇത് ഭോജനയാഗത്തെ കാണിക്കുന്നു. പിതാവിന്റെ ഹിതം ചെയ്യുന്നതാണ് എന്റെ ആഹാരം എന്ന് യോഹന്നാൻ 4:34 ദൈവം പറയുന്നു. പെന്തക്കോസ്ത് മുതൽ നാം തുടർച്ചയായി പ്രാപിക്കുന്ന അഭിഷേകം ഈ ഭോജനയാഗത്തിൽ നമ്മെ വഴി നടത്തുന്നു. ആരാണോ ദൈവത്തിന്റെ ആത്മാവിനാൽ വഴി നടത്തപ്പെട്ടിരിക്കുന്നുവോ അവർ ദൈവത്തിന്റെ മക്കൾ, അവർ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നു. ആദ്യഫലം ക്രിസ്തു എന്നതും പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ ജീവിപ്പിക്കപ്പെടും എന്നതും കതിർ കെട്ടുകൾക്കുള്ളേ അടങ്ങുന്നു. 7 ആഴ്ചകൾ എന്ന സ്ഥാനത്തിൽ അത് പറയപ്പെടുന്നു. ഇവിടെ ക്രിസ്തുവിനുള്ളവർ എന്നത് അവരുടെ മാംസത്തിനും അസ്ഥിക്കും ഉള്ളവർ. ഇത് എഫേസ്യർ 5:30 എഴുതപ്പെട്ടിരിക്കുന്നു. അവർ കാഹളനാദം ധ്വനിക്കുമ്പോൾ ജീവനോടെ എഴുന്നേൽക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അവരുടെ സ്വന്തം ജനം എന്ന് എഫേസ്യർ 1:14 എഴുതപ്പെട്ടിരിക്കുന്നു. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും അവരുടെ സ്വന്തം ജനങ്ങളാണ്. പക്ഷെ എല്ലാവരും വീണ്ടെടുക്കപ്പെടുന്നില്ല. ക്രിസ്തുവിനുള്ളവർ അവരുടെ മാംസത്തിനും അസ്ഥിക്കും അവകാശമുള്ളവർ മാത്രമേ വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. അവരുടെ സ്വന്തത്തിലുള്ളവർ എന്നും ക്രിസ്തുവിനുള്ളവർ എന്നും 2 അനുഭവങ്ങളെ നമുക്കിവിടെ കാണാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചാലേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 13:8 അവർ അന്തിക്രിസ്തുവിനെ നമസ്കരിക്കുകയില്ല, അവർ രക്തസാക്ഷികളായി മരിക്കും. വെളിപ്പാട് 21:27 കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടുള്ളവർ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കും എന്ന് യോഹന്നാൻ കാണുന്നു. ഇവിടെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ ക്രിസ്തുവിനുള്ളവർ, അവരുടെ മാംസത്തിനും അസ്ഥിക്കുമുള്ളവർ.
ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ ജീവനോടെ എടുക്കപ്പെടും എന്ന് 1 കൊരിന്ത്യർ 15:23 നമുക്ക് അറിഞ്ഞുവല്ലോ. വെളിപ്പാട് 13:8 പ്രകാരം കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ രക്തസാക്ഷിയായി മരിച്ചവർ, അതായത് കൈവിടപ്പെട്ട സഭ. അവർ മണവാട്ടി സഭയല്ല, അവർ സ്വന്തക്കാരാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച 2 വിഭാഗക്കാരെ നമുക്ക് നോക്കാം. എടുത്തുകൊള്ളപ്പെട്ട സഭ എന്ന മണവാട്ടിയെയും കൈവിടപ്പെട്ട സഭ എന്ന രക്തസാക്ഷിയായി മരിച്ച ബുദ്ധിയുള്ള കന്യകയെയും നമുക്ക് കാണാം. ബുദ്ധിയുള്ള കന്യകകളുടെ വിളക്കിൽ എണ്ണയുണ്ട്, ബുദ്ധിയില്ലാത്ത കന്യകകളുടെ വിളക്കിൽ എണ്ണയില്ല. ബുദ്ധിയില്ലാത്ത കന്യകമാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലും അവർ അതിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവും ഇരുന്നാൽ നമ്മുടെ അഭിഷേകം നഷ്ടമാകും. ഇതാണ് ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ അനുഭവം. സ്വന്തക്കാരർ എന്ന സ്ഥാനത്തിലും ക്രിസ്തുവിനുള്ളവർ എന്ന സ്ഥാനത്തിനും അഭിഷേകത്തിന്റെ 2 വിഭാഗക്കാരെ നാം പഠിച്ചു. ക്രിസ്തുവിനുള്ളവർ എന്ന സ്ഥാനത്തിൽ അവർ വരുമ്പോൾ നാം ജീവനോടെ എഴുന്നേൽക്കും എന്നതാണ് ദൈവത്തിന്റെ ഹിതം. ഇത് 1 കൊരിന്ത്യർ 15:23 എഴുതപ്പെട്ടിരിക്കുന്നു. ഈ 7 ആഴ്ചകൾ എന്ന ഉപദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദാനിയേൽ 9:26-27 ഒരു ആഴ്ചവട്ടത്തെ കുറിച്ച് ദാനിയേൽ കാണുന്നു. ഈ ഒരു ആഴ്ചവട്ടം എന്നത് 7 വർഷ ഉപദ്രവകാലത്തെ കാട്ടും. ആദ്യത്തെ 3.5 വർഷം രക്തസാക്ഷികളായി മരിക്കുന്ന കൈവിടപ്പെട്ട സഭയെ കാണിക്കുന്നു. അവസാനത്തെ 3.5 വർഷം യാക്കോബിന് കഷ്ടകാലം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചയുടെ പകുതിയിലെയും എന്ന് ദാനിയേൽ കാണുന്നു. അത് 3.5 വർഷം ഉപദ്രവകാലത്തെയും അതിനുശേഷമുള്ള 3.5 വർഷം മഹാ ഉപദ്രവകാലത്തെയും കാട്ടുന്നു. ക്രിസ്തു ഈ അന്തിക്രിസ്തു വാഴ്ചയ്ക്ക് അവസാനം കാട്ടി 1000 ആണ്ട് വാഴ്ചയെ സ്ഥാപിക്കുന്നു. 1000 ആണ്ട് വാഴ്ച എന്നത് യാക്കോബിന്റെ കുടുംബം അല്ലെങ്കിൽ ഇസ്രയേൽ ജനങ്ങൾക്കുള്ളതാണ്. ഇത് വെളിപ്പാടിന്റെ 7:4 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മുദ്രയിട്ടവർ എല്ലാവരും 1000 ആണ്ട് വാഴ്ചയ്ക്ക് കൊണ്ടുവരപ്പെടുന്നു. 1-ാം ഉയിർത്തെഴുതൽ എന്ന വിഭാഗക്കാർ 1000 ആണ്ടിൽ വാഴുന്ന സ്ഥാനത്തിലിരിക്കുന്നു. ലേവ്യ പുസ്തകം 23 പറഞ്ഞ 7 ആഴ്ചവട്ടം എന്ന സത്യത്തിനും ദാനിയേൽ 9 പറഞ്ഞ ഒരു ആഴ്ച എന്ന സത്യത്തിനും നമുക്ക് സമർപ്പിക്കാം. അവർ ആദ്യ ഫലനായി ജീവനോടെ എഴുന്നേൽക്കുന്ന സ്ഥാനത്തിലെ നാം ക്രിസ്തുവിനുള്ളവർ അവരുടെ ശരീരത്തിനും അസ്ഥിക്കും അവകാശികൾ എന്ന സ്ഥാനത്തിലെ ജീവനോടെ എഴുന്നേൽക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.